ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കറ്റാർ വാഴ ജെല്ലുണ്ടാക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്വന്തം കറ്റാർ വാഴകളാണ്. ഇതിൽ നിന്നൊരു തണ്ടെടുത്തിട്ട് നമുക്കിന്ന് ജെല്ലുണ്ടാക്കാം കേട്ടോ. എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ കത്തി യൂസ് ചെയ്തിട്ട് നമ്മൾ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കടയ്ക്കൊക്കെ അനക്കം വരും. അപ്പോൾ ചെടിക്ക് അനക്കം തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറ്റാർ വാഴ ചെടി വാടാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് തന്നെ എടുക്കണം. കണ്ടോ, അപ്പോൾ നല്ല അത്യാവശ്യം ജെല്ലൊക്കെ ഉള്ളൊരു തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കറ്റാർ വാഴ ഇതുപോലെ തഴച്ച് വളരാനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നല്ല ടിപ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറ്റാർ വാഴ എങ്ങനെ നന്നായിട്ട് നല്ല രീതിയിൽ വളർത്താമെന്ന്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് പെട്ടെന്ന് കണ്ടേക്കണേ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല കറ്റാർ വാഴ ചെടികൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ആ ജെല്ലുള്ള ഭാഗം കുറച്ച് നേരം താഴോട്ടായിട്ട് ഒന്ന് ചാരി വയ്ക്കണേ. കാരണം ഒരു മഞ്ഞ ദ്രാവകം അത് ഒന്ന് പോവാനായിട്ടാണ്. ഒരു 10 മിനിറ്റോളം അങ്ങനെ വെച്ചാൽ അത് തീർത്തും പോയി കിട്ടും. അത് നമുക്ക് ചിലർക്കൊക്കെ അലർജി ഉണ്ടാക്കും, ചൊറിച്ചിലുണ്ടാക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ദ്രാവകം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി ഈ തണ്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കഴുകിയെടുത്തിട്ട് വന്നിരിക്കുന്നതാണ്. സ്കിന്നിൻ്റെ ചുളിവുകളും സ്കിൻ സോഫ്റ്റ് ആവാനൊക്കെ ഈ കറ്റാർ വാഴ ജെല്ല് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഹെയറിനാണെങ്കിലും ഹെയർ ഗ്രോത്തിനും ഹെയറിനും സ്കാൾപ്പിനൊക്കെ നല്ല തണുപ്പ് കിട്ടാനും ചെറിയ മുടികൾ വളരാനും എല്ലാം കറ്റാർ വാഴ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ കാച്ചുന്നതിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ കറ്റാർ വാഴ യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കറ്റാർ വാഴയുടെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അധികം താഴ്ത്തി കട്ട് ചെയ്യരുത്. നമ്മുടെ ജെല്ല് അധികം വേസ്റ്റ് ആവാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കണേ. അതിൻ്റെ ആ പച്ച സ്കിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ജെല്ല് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഈ ജെല്ല് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ പെട്ടെന്ന് കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്. കണ്ടോ, ജെല്ലൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ജെല്ലുള്ള ഇതുപോലത്തെ ഒരു തണ്ട് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ മിക്ക വീടുകളിലും ഇതൊരു അലങ്കാര ചെടിയായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത്രയും ഗുണങ്ങളുള്ള ഒരു ചെടി അലങ്കാരത്തിന് മാത്രം യൂസ് ചെയ്യല്ലേ, നമ്മുടെ ഇതുപോലുള്ള ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്സുകൾക്ക് വേണ്ടിയും നിങ്ങൾ യൂസ് ആക്കണേ. കാരണം അത്ര ഗുണമുള്ള ഒരു ആയുർവേദമാണിത്. അപ്പോൾ ഈ ഒരു ജെല്ല് ഉണ്ടാക്കി പതിവായിട്ട് യൂസ് ചെയ്യണേ. പതിവായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ ഫേസിൻ്റെ സ്കിൻ കളറും ഫേസ് നല്ല സോഫ്റ്റ് ആവാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഈ കറ്റാർ വാഴ ഡയറക്റ്റ് നമുക്ക് ജെല്ലെടുത്തിട്ട് ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിലും ഹെയറിലൊക്കെ തേക്കാം കേട്ടോ. അങ്ങനെയും കണ്ടിട്ടുണ്ട്. അതും നല്ല എഫക്റ്റീവായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ജെല്ലുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി വരും വീഡിയോസിൽ നല്ല കറ്റാർ വാഴ സോപ്പും കറ്റാർ വാഴ അങ്ങനെ തന്നെ നമ്മൾ ജെല്ലെടുക്കാതെ തന്നെ മിക്സിയിൽ അരച്ച് യൂസ് ആക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പുതിയ വീഡിയോസുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ ഇടണേ. പിന്നെന്താ, വീഡിയോൻ്റെ കമൻറ്റുകളെല്ലാം നിങ്ങൾ എഴുതണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ എപ്പോഴും വരുന്നതാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. അത്ര കോസ്റ്റ്ലി അല്ല കേട്ടോ.
നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അത്രയും ഒക്കെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതുണ്ടാക്കാനായിട്ട് 1-2 ക്യാപ്സ്യൂളേ ആവശ്യമായിട്ടുള്ളൂ കേട്ടോ, ഒരു തവണ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ജെല്ലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ ജെലാറ്റിൻ ചിലർ ചേർക്കും. ജെലാറ്റിൻ ചേർക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച അതേ ഒരു രീതിയിൽ കിട്ടാനായിട്ടാണ്. പക്ഷേ ഞാനിവിടെ ജെലാറ്റിൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കണ്ട എന്ന് വെച്ചിട്ടാണ്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് തന്നെ മതിയല്ലോ. കാരണം ഫ്രഷായിട്ട് നമ്മൾ ഇത് എടുക്കുന്നത് തന്നെ ഒത്തിരി നാളിന് ഇരുന്നോളും, ഫ്രിഡ്ജിൽ കേടാകാതെ ഇരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ജെലാറ്റിനൊന്നും യൂസ് ചെയ്യണ്ട. നിങ്ങൾക്ക് വേണേൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ജെൽ കണ്ടൻറ്റ് അതുപോലെ തന്നെ ഇരിക്കും. ഇതാണെങ്കിൽ കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിലൊക്കെ നന്നായിട്ട് ജെല്ലുണ്ട്. ജെൽ കണ്ടൻറ്റ് അത്യാവശ്യമുണ്ട് കേട്ടോ. ഇതിൽ നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ തണ്ടാകുമ്പോൾ നമുക്ക് ജെല്ലെടുക്കാൻ കുറച്ച് പാടാണ്, എന്നാലും കുഴപ്പമില്ല, വേസ്റ്റ് ആക്കണ്ട നമുക്ക്. അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ സ്പൂൺ വെച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാത്തിൽ നിന്നും ജെല്ല് നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം നമുക്ക്. ഈ സമയത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നല്ല ഫൈനായിട്ട് നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ചേർക്കുന്നുണ്ട് കേട്ടോ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് നമ്മുടെ ഹെയറിനും സ്കിന്നിനൊക്കെ ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റമാണ്. പിന്നെ നമ്മുടെ ഈ ജെല്ല് കുറച്ച് നാൾ ഒന്ന് ചീത്തയാവാതിരിക്കാനും ഈ ക്യാപ്സ്യൂള് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഒരു സൈഡ് നമ്മൾ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റമിൻ ഇ സ്കിന്നിൻ്റെ കളറ് കൂട്ടാനും സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറ്റാർവാഴ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കണ്ടെയ്നറിലോട്ട് പകർത്താം കേട്ടോ. ഇങ്ങനെ സൂക്ഷിച്ച് നമ്മൾക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഒരു കോട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഫേസിലും ബോഡിയിലൊക്കെ തേച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. കറ്റാർവാഴയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.